പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടെക് പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പോളിടെക്നിക് ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഡൈയിലെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. എക്സാം ഡേറ്റും പുതിയ സിലബസും വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സാം തീയതി എന്നാണ്, എന്ന് തൊട്ട് നമുക്ക് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം, ഹാൾ ടിക്കറ്റ് എന്ന് തൊട്ട് ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ തന്നെ പുതിയ സിലബസ് എന്താണ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സാം തീയതി ഒന്ന് നോക്കിയാലോ. അപ്പൊ അതിനു മുമ്പേ അപ്ലൈ ചെയ്തവർ ശ്രദ്ധിക്കുക, കാറ്റഗറി നമ്പർ 95/2025 ആണ്. ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഡൈ കേരള പോളിടെക്നിക്കിലേക്കാണ് അല്ലെ, കേരള ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്കാണ് നമ്മുടെ പോസ്റ്റ് ഉള്ളത്. ഇപ്പോഴ നമ്മുടെ പരീക്ഷാ തീയതി എന്നാണ് 17/12/2025 എന്നോട്ട് കൺഫർമേഷൻ കൊടുക്കാം. 22/9/2025 തൊട്ട് 11/10/2025 വരെ കൺഫർമേഷൻ കൊടുക്കാം. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത്, എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. ഹാൾ ടിക്കറ്റ് 3/12/2025 തൊട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമ്മുടെ പ്രൊഫൈലിൽ വരും. ഇനി നമ്മള് ഇതിന്റെ സിലബസ് പറയുമ്പോ നമ്മുടെ സിലബസ് നോക്കിയേ, പുതിയ സിലബസ് നോക്കിയേ. പുതിയ സിലബസിൽ 10 മാർക്കിന് മാത്തമാറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം മൊത്തത്തിൽ 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്, 10 മാർക്ക് മാത്തമാറ്റിക്സിനാണ് ഉള്ളത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ലീനിയർ ഇക്വേഷൻ, അതേപോലെ തന്നെ ഡബിൾ ഇന്റഗ്രല്, പിന്നെ ഡബിൾ ഇന്റഗ്രല്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഉണ്ട്, ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട് അല്ലെ, ജിയോമെട്രിക്കൽ മോഡൽ ഫോർ CAD, അതെല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? ലീനിയർ ഇക്വേഷൻസ്, ഡബിൾ ഇന്റഗ്രല്, സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദെൻ ന്യൂമറിക്കൽ മെത്തേഡ്, ജിയോമെട്രിക്കൽ മോഡലിംഗ് ഫോർ CAD, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാത്തമാറ്റിക്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന 10 മാർക്കാണ്. ദെൻ അടുത്തത് എഞ്ചിനീയറിംഗ് ബേസിക്സ് 15 മാർക്ക്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, ദെൻ എനർജി കൺവേർഷൻ സിസ്റ്റംസ് ഉണ്ട് അല്ലെ, അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ 15 മാർക്കിന് ബേസിക് എന്താണ്? എഞ്ചിനീയറിംഗ് ബേസിക്സ് ആണ് 15 മാർക്കിന്. അതിന് അത് എന്തൊക്കെയാണ്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സും എനർജി കൺവേർഷൻ സിസ്റ്റംസും. ദെൻ അടുത്തത് മൊഡ്യൂൾ 3 കണ്ടിന്യൂം മെക്കാനിക്സ്. പേര് കേട്ട് പേടിക്കണ്ട, അതിനകത്തുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ആണ്. കണ്ടിന്യൂം മെക്കാനിക്സിനകത്തുള്ള എന്തൊക്കെയാണ്? ഫ്ലൂയിഡ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ആണ്. എത്ര മാർക്കാണ്? 15 മാർക്കാണ്. അടുത്തത് മൊഡ്യൂൾ 4 മെക്കാനിക്സം ആൻഡ് മെഷീൻ ടൂൾ ആണ്, 10 മാർക്കാണ്. അപ്പൊ അതിനകത്ത് ആദ്യമേ നമ്മൾ സാധാരണ തിയറി ഓഫ് മെഷീൻസിനകത്തൊക്കെ പഠിക്കുന്ന പോലെ കൈനമാറ്റിക്സ് ഓഫ് മെഷീനറി ആണ് ആദ്യം പഠിക്കാനുള്ളത് അല്ലെ. നമ്മുടെ എന്താണ് മെഷീന്റെ ബേസിക്സ്, എന്താണ് മെഷീൻ അല്ലെ, എന്താണ് കൈനമാറ്റിക് പെയർ, വെലോസിറ്റി അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ നമുക്ക് ഗിയർ ട്രെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങള്, ക്യാം ഫോളോവേഴ്സ്, പിന്നെ വൈബ്രേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് മെക്കാനിസം ഓഫ് മെഷീനറിക്കകത്ത് ഉള്ളത്. ദെൻ അടുത്തത് മെഷീൻ ടൂളിനകത്ത് നമുക്കുള്ളത് എന്താണ്? മെക്കാനിസം യൂസ്ഡ് ഇൻ ലേത്ത്, ഇൻഡെക്സിങ് മെക്കാനിസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷേപ്പർ, അതിനകത്തുള്ള ക്വിക്ക് റിട്ടേൺ മെക്കാനിസം അല്ലെ, ലേത്തിനകത്തുള്ള ഹാഫ് നട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ലേത്തും ഷേപ്പറും മെയിൻ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മെഷീൻ ടൂൾസിനകത്ത് ലേത്തും ഷേപ്പറും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ മൊഡ്യൂൾ 6 മാനുഫാക്ചറിങ് പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്, 15 മാർക്കാണ്. അപ്പൊ അതിനകത്ത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന സിലബസ് പ്രകാരം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിക്കാവുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. പ്രോസസ് പ്ലാനിങ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. ദെൻ സെലക്ഷൻ പ്രോസസ് ആൻഡ് പ്രോസസ് വേരിയബിൾസ് ഫോർ സ്പെസിഫിക് പാർട്സ്, സെലക്ഷൻ ഓഫ് ടൂളിംഗ് അല്ലെ. നമ്മളത് പ്രൊഡക്ഷനും ഇൻഡസ്ട്രിയലുകാരും ഒക്കെ കോമൺ ആയിട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് മെറ്റൽ കട്ടിങ്ങിനകത്ത് ലേത്ത് ഓപ്പറേഷൻ, അതേപോലെ തന്നെ ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മില്ലിംഗ് ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ സിലബസ് വലിയ ചേഞ്ചസ് വന്നാലും മെക്കാനിക്കലുകാർ ഒരുപാട് അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് സിലബസ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മെക്കാനിക്കലുകാർക്ക് വലിയ കുഴപ്പം വരാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട്? മെറ്റൽ കാസ്റ്റിംഗ് ഉണ്ട്, മെറ്റൽ ജോയിനിങ് ഉണ്ട്, മെറ്റൽ ഫോമിംഗ് ഉണ്ട്. അതെല്ലാം മെക്കാനിക്കലുകാർക്കും
ടൂൾ ആൻഡ് ഡൈക്കാർക്കൊക്കെ കോമൺ ആയിട്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അടുത്തത് മൊഡ്യൂൾ 6 പ്രൊഡക്ഷൻ ടൂളിംഗ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? മെറ്റൽ കട്ടിംഗ് ടൂൾസ്, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, അത് മെക്കാനിക്കലുകാർക്കൊക്കെ എളുപ്പമാണ്. ദെൻ ഡിസൈൻ ഓഫ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾസ്, അതെല്ലാം സത്യം പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. മില്ലിംഗ് കട്ടേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മില്ലിംഗ് അല്ലാതെ തന്നെ വേറെ പഠിക്കുന്നുണ്ട്, അത് കൂടാതെ മില്ലിംഗ് കട്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രിൽ ബിറ്റ് സ്പെസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് വേറെ എന്താ കുറച്ചുകൂടെ ടൂൾ ആൻഡ് ഡൈയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതിലാണ്? പ്രസ് ടൂൾസിനകത്താണ് അല്ലെ. പ്രസ് ടൂൾസിന്റെ ടൈപ്സ്, സെലക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പ്രസ് ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മെക്കാനിക്കലുകാർ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് പഞ്ചിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഡിസൈൻ ഓഫ് സാൻ മോൾഡ്, റൈസർ ആൻഡ് ഗേറ്റിംഗ് ഡിസൈൻ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളും മെക്കാനിക്കലുകാർക്ക് കുറച്ച് പഠിക്കാം. പിന്നെ കുറെ പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പുതിയ ടോപ്പിക്കാണ്. അത് ടൂൾ ആൻഡ് ഡൈക്കാർക്ക് എളുപ്പമാണ്, മെക്കാനിക്കലുകാർക്ക് അത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, സിമ്പിൾ ആണ്. ദെൻ പ്രിൻസിപ്പൽസ് ഓഫ് ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ്, മെക്കാനിക്കലായിട്ട് പഠിക്കുന്നതാണ് ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ്. അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുമ്പം സിലബസ് കുറച്ചുകൂടെ സിമ്പിൾ ആയി. ദെൻ മൊഡ്യൂൾ 7 മാനുഫാക്ചറിങ് ഓട്ടോമേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ, 15 മാർക്കാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇവിടെ CNC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്, മെക്കാനിക്കലുകാരും ഒക്കെ കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്. CNC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ, പേരുമായിട്ട് പേടിക്കണ്ട, നമ്മുടെ എന്താണ് മെട്രോളജി അങ്ങനെയൊക്കെയുള്ള പോർഷൻസ് ആണ് മെജോറിറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. മെട്രോളജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്, സിം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ പോലെയൊക്കെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മെക്കാനിക്കലുകാർക്കും ടൂൾ ആൻഡ് ഡൈക്കാർക്കും ഒക്കെ ഒരേപോലെ അഡ്വാൻറ്റേജ് വരത്തക്ക രീതിയിൽ സിലബസിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാ നിങ്ങള് ടൈമുണ്ട് പഠിക്കാൻ, അത്യാവശ്യം ടൈമുണ്ട് അല്ലെ. അപ്പം നിങ്ങള് ഇനിയുള്ള ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെക്കാനിക്കലുകാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇനി പഠിച്ചെടുക്കാം. കാര്യം എന്താ? മെജോറിറ്റി ഇപ്പൊ മെക്കാനിക്കലിന്റെ ടോപ്പിക്കാണ്. ടൂൾ ആൻഡ് ഡൈക്കാരും നിങ്ങളെ കരിക്കുലത്തിൽ പഠിച്ചിട്ടുള്ള മൊത്തം കാര്യങ്ങളും അല്ലെ, അതിനകത്ത് നിങ്ങൾ ടൂൾ ആൻഡ് ഡൈയിലെ മേജർ ടോപ്പിക് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. അപ്പൊ അതാണ് സിലബസിന്റെ കാര്യം പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ടൂൾ ആൻഡ് ഡൈയുടെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാ നമ്മള് ഈ കോഴ്സിനകത്ത് നമ്മൾ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ആണ്, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. ടോപ്പിക് വൈസ് നോട്ട്സ് തരുന്നുണ്ട്. ഫുൾ സിലബസ് നോട്ട്സ് നമ്മൾ PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓരോ ടോപ്പിക്കും തീരുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്യാം. ഫുൾ ടോപ്പിക്കും കഴിയുമ്പോൾ നമുക്ക് ഫുൾ സിലബസിലെ പരീക്ഷകൾ ചെയ്യാം. അങ്ങനെ നമുക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട ഫുൾ ക്ലാസ്, ഫുൾ നോട്ട്സ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ വേക്കൻസി കുറവാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് പഠിക്കാതിരിക്കരുത്. കാര്യം പല പോളിടെക്നിക് കോളേജിലും ടൂൾ ആൻഡ് ഡൈ എന്ന് പറയുന്ന കോഴ്സിന് പ്രപ്പോസൽസ് പോയിട്ടുണ്ട്. അപ്പൊ പലതിലും കുറെയൊക്കെ പ്രപ്പോസൽസ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ പുതിയ പുതിയ കോഴ്സുകൾ വരും. ഇപ്പം ഓൾറെഡി ഉള്ള അവിടുന്ന് റിട്ടയർമെന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ റിട്ടയർമെന്റ് വേക്കൻസീസ് വരും. ഈ പ്രപ്പോസൽ പോയിൽ പല കോളേജസിലും ഈ പുതിയ കോഴ്സായിട്ട് വരും. അപ്പൊ അതെല്ലാം ഇനി വരുന്ന ലിസ്റ്റിലുള്ളവർക്കാണ് കിട്ടുന്നത്. അപ്പൊ വേക്കൻസി നോക്കി നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ മെക്കാനിക്കലുകാർ നേരത്തെ പിൻവലിഞ്ഞ് നിൽക്കുമായിരുന്നു. അവരിനി എന്താണ് അപ്ലൈ ചെയ്ത മെക്കാനിക്കലുകാരെ ഇനി ഒരിക്കലും പിൻവലിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. സിലബസ് സിംപ്ലിഫൈഡ് ആക്കി. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള വേഗം എളുപ്പമാക്കൂ. അത് മാത്രമല്ല, നിങ്ങൾ പോളിടെക്നിക് മെക്കാനിക്കലൊക്കെ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് ഒരു അടിപൊളി അവസരമാണിത് അല്ലെ. വേക്കൻസിയും എന്തായാലും ഇനിയിപ്പോ കുറച്ച് കൂടും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എഫക്റ്റീവായിട്ട് അവസരത്തെ വിനിയോഗിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കാൻ പോകുന്നത്. അപ്പൊ ഏവർക്കും ടെക്നീസിയുടെ വിജയാശംസകൾ. താങ്ക് യു.